നമസ്കാരം. ഇത് നിത്യവഴുതന. കണ്ടോളൂ, നിത്യവഴുതന. കണ്ടിട്ടുണ്ടാവുമോ നിങ്ങൾ? പലരും കാണാൻ സാധ്യതയില്ല. ഇത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു പച്ചക്കറിയല്ല. ഇത് വീട്ടിൽ വളർത്താവുന്നതാണ്. പക്ഷേ നിത്യവും വഴുതന കിട്ടും. പക്ഷേ ഇത് വഴുതന വർഗ്ഗത്തിൽപ്പെട്ടതല്ല. വഴുതന എന്ന് പറഞ്ഞാൽ ഈ കത്തിരിക്ക, വഴുതന, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ല ഇത്. ഇത് വള്ളിയിൽ വളരുന്നതാണ്. ഒരു പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. വള്ളി പടർന്ന് പിടിച്ച് വരുന്നതാണ്. ഉണ്ടോ, വള്ളി പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല പൂവും വരും. പൂവ് ഇത് ഉണങ്ങിപ്പോയി ഇത് കായായിട്ട് മാറും. അപ്പോൾ ഇത് മുട്ട് ഉണ്ടോ, ഇത് പൂ വിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ പന്തൽ കെട്ടി വളർത്തിയ ദിവസവും ഇത് കായ പറിക്കാൻ പറ്റും. നല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. തീയൽ, പുളിശ്ശേരി, അതുപോലെ തന്നെ തോരൻ ഒക്കെ നല്ല ആരോഗ്യ ഗുണമുള്ളതാണ്. അധികം അസുഖങ്ങൾ വരാറില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വേപ്പെണ്ണയോ ഇതൊക്കെ മിശ്രിതം കലക്കി തളിച്ചു കൊടുത്താൽ കൂടുതൽ കാലം നിൽക്കും. അതിൻ്റെ വിത്ത് എവിടെയെങ്കിലും വീഴുന്നിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തും അത് കിളിർത്ത് വരും. അങ്ങനെയുള്ളൊരു ഇതാണ്. 2-3 വർഷം കഴിഞ്ഞാൽ ഈ വിത്ത് മണ്ണിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാലത്ത് കിളിർത്ത് വരും. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എന്തായാലും സന്തോഷം തന്നെ. നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയ ഒരു സസ്യം നമുക്ക് വീണ്ടും കിട്ടി. അപ്പോൾ അതിനെ ഞാൻ നല്ല രീതിയിൽ പരിപാലിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിത്യവഴുതന വിത്ത് കിട്ടുമെങ്കിൽ വീട്ടിൽ വളർത്തുക. ഓക്കെ, നന്ദി.